ഫ്ലഡ്. വരുന്നുണ്ട്, തുടങ്ങിക്കോ. എടാ പ്രദീപേ, നീ ഇങ്ങനൊക്കെ നടന്നാ ഇത് എങ്ങനെ നടക്കണമെന്നാ? അല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടായോന്ന്. ചേട്ടാ, തന്തയും തള്ളയും ചത്തുപോയെന്ന് വെച്ച് ലോകത്ത് ആരെങ്കിലും കല്യാണം കഴിക്കായിരിക്കും? എടാ ഔസേപ്പേ, നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അനാഥരല്ലെന്ന്. എന്നെങ്ങനെ ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ഇമോഷണൽ ആകാതളിയാ. ഈ ഔസേപ്പുള്ളിടത്തോളം കാലം നീ അനാഥനല്ലടാ. നിന്നെ അനാഥനാക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടുന്നെങ്കിലും ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. അന്ന് മുതൽ ആരും പറയില്ല നീ ഒരു അനാഥനാണെന്ന്. വർക്കൗട്ട് ആവുന്നുണ്ട്, പൊക്കോ. ഇനി നാറ്റിച്ച് കളയരുത്. പോയോ? ഇപ്പം സംസാരിച്ചൊക്കെ നേരാണോ? എന്ത് അനാഥനാണെന്ന്? ഇനിയും അത് പറഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ അനാഥനല്ല. അല്ല, അയ്യോ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇല്ല. ഇനി മുതൽ പ്രദീപ് അനാഥനല്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, എന്നെ ഇഷ്ടമാണെന്നല്ലേ. ഈ കക്ഷിയാരെന്ന് പറഞ്ഞേ? മേഡത്തിന്റെ ചേച്ചിയുടെ മകൻ. എന്നിട്ടെന്താ, പുള്ളി ഇപ്പൊ സാറിന്റെ അസിസ്റ്റന്റാ. മൂപ്പർക്ക് പഴയ പ്രേമരവും വല്ലതും ഉണ്ടോ? അയ്യോ, ഒന്നുമില്ല, ആള് വെറും പാവാ. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടേ പറഞ്ഞാ മതി. തെങ്ങും ചാരി എന്നും പെണ്ണിനെ കൊണ്ട് പോയെന്ന്. ഓ, പെണ്ണിനെ കൊണ്ട് പോയൊന്നുമില്ലല്ലോ, വെറുതെ ചുറ്റുന്നല്ലേ ഉള്ളൂ. മാസം 3 ഞാനറിയാതെയോ? അയ്യോ, അതല്ല, ചുറ്റാൻ തുടങ്ങിയിട്ട് മാസം 3 പറഞ്ഞേ. ഇനി നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. വീട്ടുകാരെ അറിയിക്കണ്ടേ? വീട്ടുകാരോ? അല്ല, വീട്ടുകാരെ പോലത്തെ എന്റെ കൂട്ടുകാര്. അതാണോ? അതിനധികം സമയം വേണ്ടല്ലോ. വേണ്ട. അയ്യോ, ഞാനിങ്ങനെ ഇറങ്ങോ? എന്റെ തോളെ പിടിച്ചോണ്ട് ഇറങ്ങടി. എന്നാ നമുക്കൊരു കാര്യം ചെയ്തേക്കാം. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ കല്യാണം അതിഗംഭീരമായി നടത്തുകയാം. ഓക്കെ? ഓ, രജിസ്റ്റർ ഓഫീസ് ഒന്നും വേണ്ട. വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലെന്താ? ക്ഷേത്രമായാലും പള്ളിയായാലും തന്തയും തള്ളേ അറിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. തന്തയും തള്ളേ? അല്ല, തന്തയും തള്ളയില്ലാത്ത നമുക്ക് ക്ഷേത്രമായാലും എന്താ പള്ളിയായാലും എന്താന്ന് ഞാൻ പറയായിരുന്നു. എന്നാ ഇപ്പൊ തന്നെ ഒരു ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കാം. പോയിക്കളയാം. അപ്പൊ നമ്മൾ നേരെ പോയി ജോത്സ്യനെ കാണുന്നു. അതിനുശേഷം നിന്നെ ഫ്രണ്ട്സിന്റെ പാർട്ടിക്ക് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ. ഹലോ. ഹായ് ലക്ഷ്മി, മാഡം ലിസി ശരിയൊന്നും എത്തിയില്ലേ? അവര് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ വരാന്ന് പറഞ്ഞു. ആ, എന്താ കഴിക്കാൻ? അയ്യോ, ഞാൻ ഈ പാർട്ടിക്കാരനല്ലേ. അതെന്താ? ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നല്ലേ. ഓ, അപ്പൊ ഞാൻ പോകുന്നു. എന്താ ഇത്ര ധൃതി? ഇനിയിപ്പോ ധൃതിയൊന്നുമില്ല. തന്റെ പരാതികളെല്ലാം തീർന്നില്ലേ? ജോത്സ്യരെ കണ്ടു, മുഹൂർത്തം നിശ്ചയിച്ചു. വരുന്ന വെള്ളിയാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ ഞാൻ ഇപ്പോഴാണ് ഓർത്തെ. 6 മണിക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പോയില്ലേ എന്റെ ജോലി തെറിക്കും. ഓ, തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇനി ഇവിടെ നിന്റെ ജീവൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാളെ കൃത്യം 6 മണിക്ക്. പ്ലീസ്, ഒരു 5 മിനിറ്റ് ധൃതിപ്പെടല്ലേ. കളി വേറെ, കാര്യം വേറെ. നാളെ കൃത്യം 6 മണിക്ക്. ഓ, അയ്യോ, ആ കാലം കണ്ടോ. ഹായ് റോഷ്നി. ഹായ് ശൈലജ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇതാരാ, നിന്റെ അമ്മാവനാ? അല്ലല്ലോ, ഇവളെന്റെ അമ്മുമ്മ. അപ്പഴാ ഞാൻ പറഞ്ഞ നിന്നോട് ഞാൻ പുറത്തു വരത്തില്ലെന്ന്. അയ്യോ, എന്റെ ഹസ്ബൻഡാ. സോറി ട്ടാ. ഇത് ചേട്ടന്റെ അച്ഛൻ. അമ്മ. ഇത് രോഷ്നി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. നീ ഇവിടെ? ഞാൻ ഗ്രീത്ത എക്സ്പോർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. സിനിമയ്ക്ക് സമയമായി. എന്തായാലും നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല. എന്റെ കല്യാണത്തിന് നിങ്ങളെ എല്ലാവരെയും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. വരുന്ന വെള്ളിയാഴ്ച കാലത്ത് 9 മണിക്കുള്ളിൽ മരുത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം. നിനക്കറിയാലോ, എനിക്ക് മറ്റാരുമില്ലെന്ന്. എന്റെ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം നടത്തി തരണം.
അത് പിന്നെ പറയാനുണ്ടോ? അത് ശരി, ആരാ പയ്യൻ? ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയത്. ആണോ? സംസാരിക്കാൻ സമയമില്ല, സിനിമയ്ക്ക് നേരമായി. ഇനി മരത്തോട് വെച്ച് കാണാം. പറഞ്ഞിട്ട് പാടി. ശരി, ഞങ്ങൾ വരട്ടെ. വരട്ടെ. ബൈ. ആ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു. എന്താണ് അവിടെ? കാല തന്റെ കാലാന്നോ? അല്ല, കാലെവിടെ എന്താ പോയിരുന്നു? കാലെവിടെ? കാല അമ്മയെ കാലം നിർത്തി വെച്ചേ. എന്തിന്? എക്കമ്മേ, അയ്യോ, കാല്. അയ്യോ. ഇനി രണ്ടുപേരും ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. നീ നന്നാജോ? ഇവൻ ആരോ കൈവശം കൊടുത്തിരിക്കുക കേട്ടോ. അല്ല പിന്നെ ഈ നല്ല ബുദ്ധി ഇപ്പൊ എവിടുന്ന് വന്നാലാ? ആ, ഏതായാലും നന്നായി വാ. എന്താ മോനെ കാര്യം? അമ്മേ, ഈ ബാങ്ക് ജോലി കൊണ്ടൊന്നും എനിക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അതിന്റെ കാര്യത്തിന് വേണ്ടി പോവാ. ഇനിയിപ്പോ അതുപോലെ രാത്രിയിൽ വീട്ടിലെത്താനൊത്തൊന്നും വരില്ല. ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ബാങ്കിൽ പോയി. പേരിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ സമ്പാദിച്ചു വേണോ മോനെ ഇവിടെ കഴിയാൻ? പിന്നെ എന്തിനാ മോനെ ഈ ഉറക്കൊഴിച്ചിട്ടുള്ള ജോലി? ലാഭമുള്ള ബിസിനസ് ആണോ? ലാഭം കിട്ടണ എങ്ങനെയാലും ഒരു 10 മാസം കഴിയും. എന്ത് ബിസിനസ്സാ? എന്തായാലും ലാഭമുള്ള ബിസിനസ് ആണ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടോ? ഞങ്ങള് രണ്ടേ രണ്ട് ആ, പേരേ അപ്പൊ ഉള്ളൂ. പിന്നെ തൊഴിൽ തിരക്കൊന്നും ഉണ്ടാകത്തില്ല. എന്നാ പിന്നെ നിന്റെ അച്ഛനെ കൂടെ കൂട്ടിക്കോ. അയ്യോ, നിന്റെ മുതലായതുകൊണ്ട് വേറെ ആരും കൊണ്ടുപോകാതെ സൂക്ഷിച്ചോളൂ. അത് ശരിയാവില്ല. ഏ? മൂന്നാമതൊരാളെ കൂട്ടാൻ പറ്റിയ ബിസിനസ് അല്ലത്, സ്വന്തം തന്തയായി പോലും. ഏ? എന്റെ സുഭദ്ര ഞാൻ നോക്കുന്ന പോലെ നിന്റെ ബിസിനസ് ഞാൻ നോക്കിക്കോളാം. അതുപോലെ ഞാൻ നോക്കിക്കോളാം. അച്ഛനെ അമ്മയെ നോക്കിയാൽ മതി. എനിക്ക് നിന്ന് വരിക സമയമില്ല. എന്റെ പാർട്ട്ണർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കാണാം. എന്റെ പെട്ടി എവിടെ? ആ, എടാ കണ്ണിച്ചോരില്ലാത്ത മോനെ, എന്നെ ഇങ്ങനെ തയ്യാറാ. ഒന്നുകൂടെ ആലോചിക്ക്. ഔസേട്ടന്റെ ആരോ ചത്തൊന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് കമ്പി വന്നു. ചേട്ടൻ നാട്ടിലേക്ക് പോയി പറയാൻ പറഞ്ഞു. ചാവാൻ കണ്ടൊരു നേരം. അവനവിടെ എല്ലാം അറേഞ്ച് ചെയ്താൽ ഇനി ചടങ്ങ് തുടങ്ങാം. എന്റെ ഒരു കൂട്ടുകാരിയും കുടുംബം വരാമെന്ന് പറഞ്ഞിരുന്നു. അവരെ കണ്ടില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അവരൊക്കെ പിന്നെ വന്നോളൂ. മുഹൂർത്തം തീർന്നു വരുമ്പോ താലി കെട്ടണം. ആ, അവര് വരുന്നുണ്ട് കേട്ടോ. ഇവരെങ്ങനെ ഇവിടെ എവിടെ മുറിഞ്ഞു കയറി വന്നോളും? കാറ് കേടായതുകൊണ്ട് ടാക്സി പിടിച്ചാ വന്നത്. അതാ താമസിച്ചത്. ഞങ്ങളെ മൂത്ത സന്തയില്ലേ, ദേ ഇവിടെ കെട്ടിയവൻ തരികട, അവനോട് നിർത്തിട്ട് വന്നിരിക്കുക. വരൂ അമ്മേ. ചെറുക്കനെ കണ്ടിട്ട് രണ്ടാം കെട്ടുകാരനെ പോലെ ഇരിക്കുന്നു. അത് തന്ത്രിയാണ്. അത് മൂന്നിൽ കണ്ടപ്പോ മനസ്സിലായി. എന്നാലും പാവം പെൺകുട്ടി. കല്യാണം നടത്തുന്ന തന്ത്രിയാണെന്ന്. ഓ അങ്ങനെ. ആ. അപ്പൊ ചെറുക്കനെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ പോയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ നരസിംഹോ? അയ്യോ, ഇതെന്ത് തമാശയാ? നിനക്ക് തമാശ. മുഹൂർത്തം കഴിയുന്നവരെ എന്റെ മകനെ ആരും കാണാൻ പാടില്ല. കണ്ട കുഴപ്പ നേർച്ച. ഇതെന്ത് നേർച്ചയാ? എന്റെ അച്ഛന് കുട്ടികളില്ലാത്തതുകൊണ്ട് നടന്നതാ. അപ്പൊ പിന്നെ നീ എങ്ങനെ? എന്താ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ചോണ്ട്? പിന്നെ വിവരം അറിയണ്ടേ? ഉണ്ടായിരിക്കണം. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ നേർന്നതാ. അച്ഛന് കുട്ടികളുണ്ടായ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടായാലും പിന്നെ ഇതെന്നെ കൊണ്ട് ധരിപ്പിക്കാമെന്ന്. എന്നിട്ട് എന്ത് ഇത് നേരത്തെ വെക്കാഞ്ഞേ? അതിന് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇവരെ കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. അല്ല, ആരാ എന്റെ മകന്റെ മൂടി എടുത്തത്? എന്റെ പൊന്നി കേട്ടോ, ചതിക്കരുത്. മുഹൂർത്തം തീരുന്നവരെ ഈ മമ്മൂടി എന്റെ മുഖത്തിരുന്നില്ലെങ്കിൽ ആകെ ചളവാവും. ഇതൊരു നേർച്ചയാണ് കേട്ടോ, നേർച്ച. പാവം. എന്റെ പൊന്നി മോനല്ലേ, ഇതൊന്ന് തീർന്നട്ടെ. മോൻ ഒന്നല്ല 9 മമ്മൂടി ഞാൻ മേടിച്ചു തരും. ചേട്ടാ, ചതിക്കരുത്, ചളമാക്കരുത് പ്ലീസ്. ആ, എന്നാ നേരത്തെ നടക്കട്ടെ. ദേവി, മുഹൂർത്തത്തിന് സമയമായി. മുഹൂർത്തമായി. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഈ കല്യാണം നടത്തി തരണം. നിങ്ങൾ എന്റെ കേട്ടത്തമ്മയുടെ സ്ഥാനത്ത് നിന്നും. അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ അവിടെ ഇരിക്കെ. വേണ്ട, മോൻ ഇങ്ങ് വാ. ഇങ്ങോട്ട് വരൂ. വാ. ആ, അവിടെ ഇരിക്ക്. ദേ, നോയിക്കൊണ്ടിരിക്കാതെ ആ മാല എടുത്തു കൊടുക്കണം. ആ, സർവത്ര മംഗളാദി പോന്തു. എവിടെ? എവിടെ? ആ മാല ഇങ്ങോട്ട് കൊടുക്കണം. മാല. ഇതാ മാല. ആദ്യം ആരായിരുന്നേ? അച്ഛനമ്മ എവിടെ പോയോ? നിങ്ങളിനി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇത്രയും പിതൃഭക്തിയുള്ള ഒരു മകനെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ ശ്രീരാമനേക്കാൾ സീനിയറാ മോനെ. ദേവി,
നമ്മുടെ ആദ്യ രാത്രി ഹോട്ടലിലായത് എന്ത് നന്നായില്ലേ? അതെ അതെ, ആ ഔസേപ്പച്ചനെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ നമ്മുടെ ആദ്യ രാത്രി ഹോട്ടലിലാവൂന്ന്. നാശം. ഏയ് അങ്ങോട്ട് കേറി പോ, സമയം കളയാതെ. എന്ത് പറ്റി? അതിനെ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ വായുന്നൊരു അവസരം? ഞാനല്ല. പിന്നെ അയ്യോ, ഒന്നും പറ്റില്ല സാർ. നീ ഇതുവരെ പോയില്ലേ? സാറിന് ചിൽഡ്രൻസ് വല്ലതും ആവശ്യമുണ്ടോ? ചിൽഡ്രൻസോ? അതെ സാർ. എടാ ദരിദ്രവാസി, ഞങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ചിൽഡ്രൻസ് വേണോ വേണ്ടയോ എന്ന്. 3 മാസം 6 മാസം തരം തിരിച്ചു വെച്ചിട്ടുണ്ട് സാർ. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ട ഹോട്ടലൊന്നും റൂം എടുക്കണ്ടെന്ന്. എടാ കഴിവറട മോനെ, എന്താണ് സാർ? നിന്റെ അയ്യോ, അയ്യോ, ചിൽഡ്രൻസ് അയ്യോ. മാങ്ങാത്തൊലി. അയ്യോ, വേണ്ട. ഇവിടെ കണ്ടുപോയി കഴിഞ്ഞാൽ കാലിയം തല്ലി പിടിക്കും. പതുക്കെ. സാർ, തിന്നാൻ എന്തെങ്കിലും വേണോ സാർ? അയ്യോ, വേണ്ട, അതൊക്കെ വേണ്ട, ഞങ്ങൾ വേണ്ട. തിന്നോളാം. ഓണം കൊടുക്കും. തൽക്കാലം മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പൂക്കൾ വിതറി നമ്മുടെ മണിയേറെ നമുക്ക് അലങ്കരിക്കാം. എന്നിട്ട് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇന്ന് അവരിട്ട് രണ്ട് കൊടുത്തിട്ട് വേറെ കാര്യമുള്ളൂ. കുറെ നേരമായി ഒരു മനുഷ്യൻ. അയ്യോ എടാ കഴിവറട. അയ്യോ സാർ, ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ് സാർ. ഇതെല്ലാവരും പറഞ്ഞ ഡയലോഗ് തന്നെയാ. വാ, സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. അയ്യോ അതൊന്നുമല്ല, ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് സാർ. പ്ലീസ്, ഞാൻ പറയുന്നു. കൂടെ കിട്ടിയിട്ടുണ്ട്. അയ്യോ സാർ, എന്നെ ഓർമ്മയില്ലേ സാർ? ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് മോമുടി വെച്ച് ഞങ്ങൾ തമ്മിൽ കല്യാണം. അതെ സാർ. പ്ലീസ് പ്ലീസ്. ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. സാർ, ഇവരുടെ കല്യാണം ഇന്ന് രാവിലെ ആയിരുന്നു. അമ്പലത്തിൽ അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു സാർ. നിങ്ങൾക്ക് താമസിക്കാൻ ഇതുപോലത്തെ ഹോട്ടലിൽ കിട്ടുള്ളൂ മിസ്റ്റർ. വലിയ ആശയം സാർ. എനിക്ക് പുള്ളിയുടെ താമസ സ്ഥലത്തിൽ കൂടെ കൂടിക്കൂടായിരുന്നോ? അതെങ്ങനെയാ? അവർ 5-6 ബാച്ചിലേഴ്സ് ഒന്നിച്ച് താമസിക്കുക. പെട്ടെന്ന് വേറൊരു വീട് അന്വേഷിച്ചിട്ട് ഒന്നും ശരിയായിട്ടില്ല. അതിന് മോള് വിഷമിക്കണ്ട. ഞങ്ങളുടെ വീടിന്റെ മുകളിലത്തെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്ക. നിങ്ങൾ ഞങ്ങൾക്ക് മക്കളെ പോലെ അല്ലേ? ഇനി മുതൽ നിങ്ങൾ ഇവിടെ താമസിച്ചാ മതി. അപ്പൊ പിന്നെ വാടക? ഓ, അതൊക്കെ ഞങ്ങൾ പിന്നെ മേടിച്ചോളാം. ഹലോ. ആ, രോഷ്നിയാ? നമുക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. അതെയാ? ഇന്നലെ അങ്ങോട്ട് മാറണം. ശരി, മാറിക്കളയാം. എവിടെ വീട്? അതൊക്കെ പിന്നെ പറയാം. എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൃത്യം 3 മണിക്ക് തന്നെ റെഡി ആയിരിക്കും കേട്ടോ. ഓക്കെ. കൃത്യം വൈകിട്ട് 3 മണിക്ക് തന്നെ ഞാൻ ഹോസ്റ്റലിൽ ലാൻഡ് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. ഓക്കെ. അയ്യ, എന്ത് ഭംഗി! കാർ കയറിപ്പോ പോലെ ഉറക്കം തുടങ്ങിയതാ. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കണേ. ഒരു ഡൈനിങ് ടേബിള്, കുറച്ച് ചെയർസ്, ഒരു ഫാൻ, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, മിക്സി, പിന്നെ ഒരു കത്തി എന്നെ കുത്താൻ. ഡ്രൈവർ, ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണേ. മുടിയൊരു ഉറക്കം. ഇന്ന് എടുത്തിട്ട് വേഗം വന്നേക്ക്. അല്ല, ഇതാരിത്? ശൈലജേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഡ്രൈവർ, എത്ര രൂപയായി? 15-60. മോൻ തനിച്ചാ വന്ന? അല്ല, ഇതേ വരുന്നുണ്ട്. കല്യാണത്തിനെന്നോ നിന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാമല്ലോ. അല്ല, അവിടെ ആരെയും കാണാനില്ലല്ലോ. ടാക്സിക്ക് ചില്ലറ വാങ്ങി കൊടുക്കാൻ പോയതാവും. നീ വാ, പുള്ളിക്കാരൻ വന്നോളൂ. വലത് കാല് വെച്ച് തന്നെ അകത്തോട്ട് കയറിക്കാൻ മോളെ. വാ.
ഹലോ യെസ് വാട്ട് വെയിറ്റ് ദേ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തോ ഇംഗ്ലീഷിൽ തോന്നിയാസങ്ങളൊക്കെ പറയുന്നു. ആ ഹലോ, ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഘവൻ തമ്പി? വാട്ട് ഈസ് യുവർ നെയിം? മാധവ മേനോന് വളരെ സീരിയസ് ആണ്. മാധവമേനോൻ സീരിയസ് ആണെന്നോ? അയാളെങ്ങനെ വയസ്സാലത്ത് സീരിയസ് ആകാൻ പോകുന്നത്? എന്താ മാധവമേനോൻ സീരിയസ് ആണ്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ മോളൊന്ന് ചോദിക്ക്. ഹലോ യെസ് ഹു സ്പീക്കിംഗ്? എന്താ മോളെ? അച്ഛന് തീരെ സുഖമില്ല, ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്ന്. സുഖമില്ലെന്ന് പറഞ്ഞാൽ തീരെ കിടപ്പിലാണോ? നാട്ടിൽ നിന്ന് ആരോ വിളിച്ചിട്ട് എക്സ്ചേഞ്ചാ പറഞ്ഞത്. ആ സാരല്ല, നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. നീ പ്രഭാകരനെ കൂടെ ഒന്ന് വിളിക്ക്. എന്തല്ലേ മോളെ, നീ വീടൊക്കെ ഒന്ന് നോക്കിക്കൊള്ളേ. ഞങ്ങൾ പോയിട്ട് ഉടനെ വന്നേക്കാം. ആ പോ. ആ എന്തോ ഇത് വരട്ടെ. ഒരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞില്ല. അയ്യോ വളരെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു സിനിമയിലൊന്ന് അഭിനയിക്കണമെന്ന്. അപ്പൊ സിനിമ ഷൂട്ടിങ്ങിന് വീട് കൊടുക്കുമോന്ന് ചോദിച്ചൊരു പാർട്ടി ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വേഷം തരാമെന്ന്. അവര് തന്ന വേഷമായത് എന്തൊരു തെറ്റ്. ഏതായാലും വേഷം കെട്ടി, എന്നാ വല്ല കൊള്ളാവുന്ന വേഷം കെട്ടാൻ വയ്യായിരുന്നു. ഏതായാലും എന്റെ അഭിനയം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ. എങ്ങുണ്ട് അഭിനയം? ഓ, എന്താണ് സാറിന് ടേക്ക് എടുത്തോണ്ടിരിക്കില്ലേ? സാർ അങ്ങോട്ട് കിടക്കണം. താൻ എന്തോ പറഞ്ഞോണ്ട് വരുന്നത്? ഒരാളെ പുതുതായിട്ട് അഭിനയിപ്പിക്കുമ്പോ ശവത്തിന്റെ വേഷം കൊടുക്കുക? പിന്നെ ഞാൻ കല്യാണത്തിന് നടക്കാൻ അനാവശ്യം പറയരുത്. ഞാൻ ആരാന്ന് വിചാരിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കണേ. ആ സാർ ഇങ്ങോട്ട് കിടന്നാട്ടെ. താൻ പറയുന്നത് അനുസരിക്കണോ? എന്റെ മോളും മരുമോനും എന്ന സ്ഥിതിക്ക് താൻ ഒരു കാര്യം ചെയ്യും, വേറെ ആരെങ്കിലും കിടത്തി അഭിനയിപ്പിക്കുക. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അയ്യോ, എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങി ടാക്സിക്കാരന് പുറകെ അങ്ങ് അറ്റം വരെ പോയി കാണും. കുറയുന്നോണ്ടല്ലേ കുഴപ്പം മുഴുവൻ പറ്റിയത്. പാവ ശൈലജയുടെ അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പോയിരിക്കാം. ഞാനിവിടെ തനിച്ചായിരുന്നു ഇതുവരെ. കൃത്യം 4 മണിക്ക് ഫോൺ വന്നിരുന്നു അല്ലേ? അതെങ്ങനെ അറിയാം? അല്ല, 4 മണിക്ക് ഫോൺ വന്നല്ല 5 മണിക്ക് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. സാറ് വിഷയം മാറ്റാതെ ലേറ്റ് ആയതിന്റെ കാരണം പറഞ്ഞാൽ മതി. അറിഞ്ഞില്ലേ? ഞാൻ ഇവിടെ ടാക്സിയിൽ വന്നിറങ്ങിയപ്പോൾ ചേഞ്ച് കിട്ടിയില്ല കൊടുക്കാൻ. അവൻ നേരെ ടൗണിൽ ചെന്ന് എല്ലാ കടകളും നോക്കി. അവിടെ ചെന്നപ്പോ ഒരു കടയും തുറന്നിട്ടില്ല. ഉഴപ്പല്ലേ ഉഴപ്പിയതല്ല, എങ്ങനെയെങ്കിലും ചേഞ്ച് കിട്ടട്ടെന്ന് വെച്ച് നിനക്കൊരു സാരി മേടിക്കാൻ വെച്ച് ഞാൻ. സാരി വാങ്ങിച്ചാ? ഇല്ല, പിന്നെ 3 ആപ്പിൾ മേടിച്ചപ്പോ എനിക്ക് ചേഞ്ച് കിട്ടി. ചേഞ്ച് കിട്ടി. രേഷ്മി, ഇത്ര പെട്ടെന്ന് നീനോട് പിണങ്ങിയ? സ്വന്തം കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നേ. രശ്മി, അതെ, അന്ന് നമ്മൾ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് നിർത്തിയ പാട്ട് തുടങ്ങാൻ പറ്റിയ സമയല്ലേ ഇപ്പൊ? സോറി, വല്ലതും പറ്റിയോ? കാലൊടിഞ്ഞു. കഥ അടിച്ചിട്ട് വേഗം വരണേ. ഹം തും യക് കമരേ മേ ബന്ധു ഓ ജായോ. കാപ്പി കാപ്പി കാപ്പി. നല്ല രസം, എന്നിട്ട് കാണിച്ചേ. അയ്യടാ, വെയിൽ വന്നിട്ട് എത്ര നേരായി? എഴുന്നേറ്റേ. കാപ്പിയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ഓളിഞ്ഞ് വന്നേ. അയ്യോ, ഒന്ന് ചുമ്മാ ഇരി. അവരിതുവരെ വാടക പോലും മാറ്റില്ല. കട്ടിൽ ഓടിച്ചെന്റെ ഈശ്വര. ആര്? വീട്ടുകാര്. വീട്ടുകാര്. അയ്യോ, എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട. അച്ഛനും അമ്മയും? ആരുടെ അച്ഛനും അമ്മയും? ഈ വീട്ടിലെ അച്ഛനും അമ്മയും. ഈ വീട്ടിലെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരും അച്ഛനും അമ്മയും. കാരണം നമ്മൾ രണ്ടുപേരും അനാഥരാണല്ലോ. എത്രയും പെട്ടെന്ന് നടക്കണം, ഒട്ടും സമയങ്ങളല്ല. അതിനെന്താ, കട്ടിലിന്റെ വില കൊടുത്ത പോരെ? അയ്യോ പോരാ, നീ വലയാല് വെച്ച് ഈ വീട്ടിലേക്ക് വന്ന് നിന്റെ തിരുമോന്ത കണ്ടപ്പോ തന്നെ ശൈലജ അച്ഛൻ ചാവാൻ കിടക്കുക. ഇപ്പൊ കളവൻ ചിലപ്പോൾ ചത്തു പോയിക്കണം. ഇപ്പൊ കത്തിൽ ഒടിഞ്ഞു. ഇനി ഒട്ടും സമയങ്ങളല്ല, എത്രയും പെട്ടെന്ന് നടക്കണം. അയ്യോ, ദേ അവര് വന്നു. അയ്യോ, ദേ വരുന്നോ? അച്ഛൻ എങ്ങനെയുണ്ട് ചാലു? അച്ഛൻ ഒരു കുഴപ്പമില്ല. ഏതോ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ പറ്റിച്ച പണിയാ. അവിടെ ഏതോ പടത്തിന് ഷൂട്ടിങ് കിടക്കായിരുന്നു.
ഞങ്ങളുടെ മൂത്ത സന്തതി ഇവളുടെ ഭർത്താവ് പ്രകാപരൻ. ശ്ശോ. ഇവിടുത്തെ കൊട്ടുപൊറാജൊരു സിനിമയെ കൊട്ടാൻ വേണ്ടി ഏതോ ഡയറക്ടർമാരുടെ പുറകെ തൂങ്ങി നടക്കുക. അവസാനം ഞൊട്ടിപ്പിരിയേ ഉള്ളു. ആ എവിടെ മുഖംമൂടി? മോളിലുണ്ട്, ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ആ അപ്പൊ ഞാൻ മോളിൽ പോയി കാണാം. രാവിലെ വന്നോണ്ടേ അവരെന്തിനാ ഉപദ്രവിക്കുന്നത്? ഈ വന്നേ, ഈ വന്നേന്ന്. ഉപദ്രവൊന്നുമില്ല. ഈ വന്നേ. സുഭദ്രേ, കുളിക്കാനിച്ചിട്ട് വെള്ളം ചൂടാക്കി ഒഴിച്ചേ. ശരീരത്തൊക്കെ ഭയങ്കര വേദന. തന്നെത്താനെ എടുത്തോണ്ടാ മതി. അവിടെ അത് ശരി. അടുത്തുണ്ട്. ദുർജലവ് കുറയ്ക്കാനായിട്ട് ആ വീട്ടു ജോലിക്ക് ആള് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അതെനിക്ക് തന്നെ പാരയായി. ഇതെങ്ങനെ ഇവിടെ വന്നു? ദേ, ആ, എടീ, നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? എന്താ അതിന്? വേണ്ട വേണ്ട, ഉരുളും പെരളുകയും ഒന്നും വേണ്ട. പുതിയതായിട്ട് കല്യാണം കഴിച്ച പെണ്ണും ചെറുക്കനും താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് എത്തി നോക്കാൻ നോക്കുന്നു. നാണല്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങിയേ. ശോ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ എന്റെ സുഭദ്രേ. ദേ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ, ഇറങ്ങ്. നീ അവിടെ മാറ്. എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. ദേ, ഈ ഏണി എടുത്ത് ആ തൊഴുത്തി കൊണ്ടുവന്ന് വെക്കണം. ആ പതുക്കെ. എടുത്തോണ്ടുപോയി. അല്ല, നീ ഇതെപ്പോ വന്നത്? ഇന്നലെ രാത്രി. എന്നിട്ട് റോഷി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. രോഷ്ണിയാ? ഏത് രോഷ്ണി? മോളിൽ താമസിക്കുന്നവള്. ഓ, ഞാൻ വന്നവള് കണ്ടു കാണില്ല. അപ്പൊ പിന്നെ നിനക്ക് ആരാ കഥ അവളുടെ തുറന്നത്? ഭർത്താവ്. ഏ? അവളുടെ ഭർത്താവ്. നീ അവനെ കണ്ടോ? ആ, പരമഭാഗ്യവാൻ. നിനക്കെങ്കിലും ദർശനം കിട്ടിയല്ലോ. അമ്മേ, ദാ വരുന്നു. ഞാൻ ഇപ്പൊ വരാം. എന്താ മോളെ? അമ്മ പ്രദീപിനെ കണ്ടോ? ദേ ഇപ്പൊ അകത്തോട്ട് പോയതേ ഉള്ളൂ. നിനക്ക് എങ്ങനെ അവനെ അറിയാം? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മോൻ പറഞ്ഞു അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന്. നിന്റെ ഭർത്താവാണ് രാത്രി അവന് കഥ തുറന്നു കൊടുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. ഏത് പ്രദീപിന്റെ കാര്യം അമ്മ പറയുന്നേ? എന്റെ മോൻ പ്രദീപ്. ഓഹോ, ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെന്ന്. ആണോ? പുള്ളിക്കാരന്റെ പേരും പ്രദീപെന്നാ. അത് ശരി. വന്നിട്ട് ഇതേവരെ അടുക്കളയിലോട്ട് കയറിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തോ? അയ്യോ, എന്റെ മോന്റെ അതേ ശബ്ദം. ചെല്ലു ചെല്ലു. ഇത് എവിടാ നിൽക്കുന്നത്? ഞാനിവിടെ ഉണ്ടേ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അതുമല്ല, ഞാൻ താഴെ മുഴുവൻ നോക്കിയിട്ട് വരികയായിരുന്നു. ദേ, എനിക്കൊരു അബദ്ധം പറ്റി. പറ്റിയെന്ന് പറഞ്ഞാൽ മതി. അബദ്ധാന്നുള്ള എനിക്കറിയാം. ശ്ശോ, അതല്ല, പിന്നെന്താ? താഴെ തമ്മിയുടെ രണ്ടാമത്തെ മോന്റെ പേര് പ്രദീപെന്നാ. ആണോ? ആ, എന്റെ ഭാഗ്യം. അതെന്താ? എടി, അവരെന്റെ കൂട്ടുകാരനല്ലേ? ഞാനല്ലേ അവര് രാത്രി കഥ തുറന്നു കൊടുത്തത്. എന്നിട്ടെന്താ എന്നോട് പറയുന്നത്? ഓ, എങ്ങനെ പറയാനാ? നീ ആണെങ്കിൽ കൂർക്കം വെച്ച് ഉറക്കം വരുന്നില്ലേ? രാവിലെ ഞാനതങ്ങ് മറന്നുപോയി. ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ വേഗം കുളിച്ച് റെഡിയാവട്ടെ. ഇന്ന് ബാങ്കിൽ ഓടിച്ചുകൊള്ളതാ. ഞാൻ രാത്രി വരെ ലേറ്റ് ആവുകയെ. എന്നുവെച്ചാ 2 ദിവസം ലീവ് എടുത്തു എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഉണ്ടെന്നോ? ഓ, വഴക്കാക്കാതെ പെണ്ണെ. ലീവ് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ബാക്കിയുള്ളവർക്ക് ലീവ് അങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ? ഇപ്പൊ മനസ്സിലായി നിന്നെ കൊണ്ട് ഇതിനെ ലീവ് എടുപ്പിച്ചെന്ന്. മോളിതൊക്കെ അലക്കി വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അയ്യേ, എന്തോ നാണമില്ലാത്തത്. ആ ടൗലിനെടുത്തേ. തുറന്നേ, തുറക്ക. ദാ, ഇങ്ങോട്ട് പോ. വേണ്ട. ഞാൻ വരെയും. അയ്യോ, അയ്യോ, ചുമ്മാ ഇരിക്ക്. അയ്യോ. ഏതായാലും നനഞ്ഞില്ലേ? ഇനി കുളിച്ച് കയറി വാ. ആ. അയ്യോ, രോഷ്ണി, കുളി കഴിഞ്ഞില്ലേ? ഞാൻ പോവാ. ദേ, ഒരു മിനിറ്റ്. ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി താഴെ എല്ലാരും വെയിറ്റ് ചെയ്യാ. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പോകുന്ന ഒഴിക്കാൻ പരിചയപ്പെട്ടോളാം.
25 വർഷമായിട്ട് എനിക്കറിയാവുന്ന എന്റെ തന്ത എന്നുള്ളതിന് നീ പരിചയപ്പെടുത്ത്. അയ്യേ രോഷ്ണി, ഞാൻ പോകുന്നേ, ബൈ. എന്താ? ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. പിന്നെ നമുക്ക് ആ താഴത്ത് വീട്ടുകാരായിട്ട് അത്ര വലിയ അടുപ്പൊന്നും വേണ്ട കേട്ടോ. അതെന്താ? അത് ആ തന്തയ്ക്കും തൊള്ളയ്ക്കും വട്ടാ. അയ്യോ. പിന്നെ മൂത്ത മോനില്ലേ, ആ. അവൻ കൊട്ടി കൊട്ടി വട്ടായതാ. അയ്യോ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇളയ മോനൊരു പ്രദീപില്ലേ, ആ, അവന് മാത്രം വട്ടില്ല. അവനെ എന്നോട് പറഞ്ഞ് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം അവരോടൊക്കെ അടുത്ത് പെരുമാറാൻ. അയ്യോ ദൈവമേ, കണ്ടാൽ അങ്ങനൊന്നും തോന്നില്ല കേട്ടോ. ഇത് പറയാൻ കൂടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ചുരുക്കി പറഞ്ഞാലേ താഴത്തെ വീട്ടുകാരായിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ. വേണ്ട. ഞാൻ പോയാലും ഇവിടെ കഥ കടച്ച് പൂട്ടിയിരുന്നോ, ഞാൻ വന്ന് മുട്ടിയെ മാത്രം തുറന്നാ മതി. അയ്യോ, കുളിച്ചിട്ട് തല ഉണങ്ങിയില്ല അല്ലേ? പോയി തോർത്ത് പനി പിടിക്കും. ശരി. അല്ല, പുറത്തു കഴിഞ്ഞോ? നീ കാപ്പ് കുടിക്കുന്നില്ലേ? സോറി, സമയമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാണുമോ? ഒന്നും പറയാൻ പറ്റില്ല. പ്രദീപേ, മോളിലുള്ളത് എന്റെ കൂട്ടുകാരൊന്ന് വിളിക്കേ, ഞങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടാ. അച്ഛൻ കണ്ടില്ലേ? അവന്റെ ഇപ്പൊ പോയുള്ളൂ അങ്ങോട്ട്. പോയാ? പോയി. കാലം വന്ന് കഴുത്തെ കരടുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണാൻ പറ്റൂടാ. ഇന്നെന്താ കഴിക്കാൻ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറ്, എന്താ? സാമ്പാറ്, അവിയല്, പപ്പടം, പുളിശ്ശേരി, പായസം, ഇതെല്ലാം കൂട്ടി എനിക്ക് നൂണ് കഴിക്കണം. എന്നാ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അത് ശരിയാവില്ല. എനിക്ക് നിന്റെ അതുകൊണ്ട് ഒന്നും ഉണ്ടായി കഴിക്കണം. ഇന്നെന്താ ഇത്ര നിർബന്ധം? ഇന്നെന്റെ പിറന്നാളല്ലേ? അയ്യോ, എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാനിപ്പോഴും ഓർത്തത്. അയ്യോ, അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ ലിസ്റ്റ് കൊടുത്താ എവിടെ ഉണ്ടെങ്കിലും സാധനം ഞാൻ ഓൾറെഡി ഇവിടെ എത്തിക്കും. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. മോള് നേരെ അടുക്കളയിലേക്ക് കയറിക്കോ, ഞാൻ സാധനങ്ങളുമായിട്ട് ഇപ്പൊ എത്തിയേക്കാം. ഈ സാധനങ്ങൾ വാങ്ങി നീ എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ താഴെ ഉണ്ടാവും. വേഗം വാ. അല്ല, രാവിലെ പോയാ പോരെ മോനെ? പോരമ്മേ, നമ്മുടെ ഉരുപ്പടികൾ നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അതും ശരിയാ. രാത്രി ആദ്യം ഉറക്കമൊഴിയാതെ സൂക്ഷിക്കണം. ഇതാര് പ്രദീപനോ? അതേടാ കൊച്ചു പ്രദീപേ. അമ്മേ, ഇത് മനസ്സിലായി? മോളിലെ എവിടെ കാണട്ടെ? ഇനി ചത്താലും തിരക്കേടില്ല. ഇയാളെ മുഖം ഒന്ന് കാണാൻ സാധിച്ചു. അപ്പൊ ഹൗസിന് ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും പേര് ഒന്നായതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാർ ഇവനെ കൊച്ചു പ്രദീപെന്നും എന്നെ പ്രദീപ് അണ്ണാന്നുമാണ് വിളിക്കാറ്. എന്നാ പ്രദീപണ്ണം വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇവ മേളിലെത്തിയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. റോഷിനി കാത്തിരിക്കുക. മോൻ ആദ്യം മോളിൽ കൊണ്ടുവന്ന് കൊടുക്ക. അവൻ ഇവിടെ തന്നെയല്ലേ താമസം. സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ഇറങ്ങട്ടെ അമ്മ. ആ എടാ കേപ്പി, നിന്റെ ഈ കൂടുതൽ ഉറക്കൊഴിഞ്ഞുള്ള ബിസിനസ് ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ. ഞാൻ പോട്ടെ. വയ്ക്കോ, ഞാനും പോട്ടെ അമ്മേ. അപ്പൊ അച്ഛേ, നാളെ കാണാം. അയ്യോ, അപ്പൊ ഞാനിവിടെ കിടക്കും. രോഷ്ണി, ഇത്ര പെട്ടെന്ന് എത്തിയോ? വേഗം പോയി കുളിച്ചിട്ട് വാ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഭക്ഷണം റെഡിയാക്കാം. ഇനി പാതിരാത്രി എന്തൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാം. അതൊക്കെ നമുക്ക് നാളെ ആഘോഷിക്കാം. അയ്യോ, പടവലിങ്ങ. എടുത്ത് കാണാതെ.